ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് IVF സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീരീസ് വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് IVFൻ്റെ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ഫെർട്ടിലൈസേഷൻ. IVFൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീരീസിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുമ്പുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ IVFന് മുമ്പായിട്ടുള്ള പ്രീ പ്രിപ്പറേഷൻസ്, IVFന് മുമ്പായിട്ടുള്ള പ്രീ ഇൻവെസ്റ്റിഗേഷൻസ്, IVFന് യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസ്, ഓവം പിക്കപ്പ്, ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ IVFൻ്റെ കോർ എന്ന് പറഞ്ഞാൽ IVFൻ്റെ ഹേർട്ട്, അതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് എഗ് റിട്രീവലിൻ്റെ അന്ന് തന്നെയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണോ നിങ്ങളുടെ എഗ്സ് എടുക്കുന്നത് അതേ ദിവസം തന്നെയാണ് ആ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നത്. സെയിം ഡേ ഹസ്ബൻഡിന് അവരുടെ സീമൻ സാമ്പിൾസ് കൊടുക്കേണ്ടി വരും. ഈ സീമൻ സാമ്പിൾസ് എഗ് എടുക്കുന്ന അതേ ദിവസം തന്നെ എംബ്രിയോളജിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സീമൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ചാൽ സെമിനൽ പ്ലാസ്മ, ഡെഡ് സ്പേംസ്, ഡെബ്രിസ്, അതെല്ലാം മാറ്റി ബെസ്റ്റ് ക്വാളിറ്റി സ്പേംസ് സെലക്ട് ചെയ്യും. അപ്പോൾ IVFൻ്റെ പ്രോസസ്സിലും ഡബിൾ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് ടെക്നിക് യൂസ് ചെയ്താണ് സ്പേം സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ കളക്ട് ചെയ്ത എഗ്സ് ഇപ്പോൾ ക്യുമുലസ് oocyte കോംപ്ലക്സിൻ്റെ ഫോമിലാണ്. എന്ന് പറഞ്ഞാൽ എഗ്ഗിൻ്റെ ചുറ്റിനും ക്യുമുലസ് സെൽസ് കാണും. അപ്പോൾ അതിനെ നമ്മൾ എഗ് റിട്രീവലിന് ശേഷം 2 മണിക്കൂർ കൾച്ചർ ചെയ്യും. 2 മണിക്കൂർ കഴിഞ്ഞ് ഡെനുഡേഷൻ എന്ന് പറഞ്ഞ് ഒരു പ്രോസസ്സ് ചെയ്യും. ഡെനുഡേഷൻ എന്ന് പറഞ്ഞാൽ എഗ്ഗിൻ്റെ ചുറ്റിനുമുള്ള ക്യുമുലസ് സെൽസ്, ഗ്രാനുലോസ സെൽസ്, അതിനെ നമ്മൾ മാറ്റി എഗ്ഗിനെ സെപ്പറേറ്റ് ചെയ്യും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ എടുത്ത എഗ്ഗ് മെച്ചർ ആണോ ഇമ്മെച്ചർ ആണോ എന്ന് നമുക്ക് ഈ ഒരു ടൈം മനസ്സിലാക്കാൻ പറ്റും. മെച്ചർ എഗ്സിനെയാണ് M2 oocyte എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മിയോസിസ് 2 oocyte. മിയോസിസ് 2 oocyte എന്ന് പറഞ്ഞ oocyteൽ മാത്രമാണ് നമുക്ക് ഇൻട്രോസൈറ്റോപ്ലാസ്മിക് ഇഞ്ചെക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇമ്മെച്ചർ oocyte എന്ന് പറഞ്ഞാൽ M1 oocyte, GV സ്റ്റേജിൻ്റെ oocyte, ഇതെല്ലാം IVFന് വേണ്ടിയിട്ട് യൂസ്ഫുൾ അല്ല. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എഗ്ഗ് ഡെന്യൂഡായി വന്നു കഴിഞ്ഞ് കൂടെ തന്നെ സീമൻ സാമ്പിളും പ്രിപ്പയർ ആണെങ്കിൽ എംബ്രിയോളജിസ്റ്റ് ഇക്സി ഡിഷ് പ്രിപ്പയർ ചെയ്യും. ഇക്സി ഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കൾച്ചർ ഡിഷാണ്. അതിൽ ഒരു വശത്ത് സ്പേംസിനെ വയ്ക്കും, അടുത്ത വശത്ത് കൾച്ചർ മീഡിയയുടെ ഡ്രോപ്ലെറ്റിൽ എഗ്സിനെ വയ്ക്കും. എന്നിട്ട് സ്പേംസിൽ PVP എന്ന് പറഞ്ഞ ഒരു സാധനം ഇടും. ഇത് സ്പേംസിൻ്റെ മോട്ടിലിറ്റിയെ കുറച്ച് കുറയ്ക്കും. PVP ഇട്ടതിന് ശേഷം ഈ ഇക്സി ഡിഷ് മൈക്രോ മാനിപ്പുലേറ്റർ എന്ന പേരുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വയ്ക്കും. മൈക്രോ മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇക്സി പ്രോസസ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ പ്രോസസ്സ് ചെയ്യുന്ന മെഷീൻ. മൈക്രോ മാനിപ്പുലേറ്ററിൻ്റെ ഒരു സൈഡിൽ ഹോൾഡിംഗ് പിപ്പറ്റും അടുത്ത സൈഡിൽ ഇഞ്ചെക്ഷൻ പിപ്പറ്റുമാണുള്ളത്. ഹോൾഡിംഗ് പിപ്പറ്റ് കൊണ്ട് എഗ്ഗിനെ ഹോൾഡ് ചെയ്യും. ഇഞ്ചെക്ഷൻ പിപ്പറ്റ് കൊണ്ട് ആദ്യമേ ഒരു സ്പേമിനെ സെലക്ട് ചെയ്യും. സ്പേമിൻ്റെ സെലക്ഷൻ ഇക്സി പ്രോസസ്സിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നാച്ചുറലി എംബ്രിയോ ഉണ്ടാകുമ്പോൾ ഒരുപാട് സ്പേംസ് എഗ്ഗ് വരെ എത്തും. പക്ഷേ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള ഒരു സ്പേം നാച്ചുറലി സെലക്ട് ആയിട്ടാണ് എഗ്ഗിൻ്റെ ഉള്ളിലോട്ട് പോയി എംബ്രിയോ ഫോം ആകുന്നത്. ഇക്സിയിൽ ഈ നാച്ചുറൽ സെലക്ഷൻ നമ്മൾ ബൈപ്പാസ് ചെയ്ത് നമ്മൾ സ്വയമായി ഏറ്റവും നല്ല ക്വാളിറ്റി സ്പേം സെലക്ട് ചെയ്താണ് എഗ്ഗുമായി ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെലക്ഷൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സക്സസ്ഫുൾ ഇക്സിയും അൺസക്സസ്ഫുൾ ഇക്സിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സ്പേം സെലക്ഷൻ നമ്മൾ സ്പേം മോർഫോളജി വെച്ചാണ് ചെയ്യുന്നത്. സ്പേം മോർഫോളജി എത്ര നോർമൽ ആണോ അത്രയും ഫെർട്ടിലൈസേഷൻ സക്സസ് ആകും, അത്രയും നല്ലതായിട്ട് എംബ്രിയോ ഡെവലപ്പ് ആകും. സ്പേം സെലക്ട് ചെയ്തതിന് ശേഷം ഇഞ്ചെക്ഷൻ പിപ്പറ്റ് കൊണ്ട് ഹോൾഡ് ചെയ്ത എഗ്ഗിൻ്റെ അകത്ത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക്
സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ പ്രോസസ്സ് ചെയ്യും. സൈറ്റോപ്ലാസത്തിൻ്റെ അകത്ത് പോയിട്ട് കുറച്ച് സൈറ്റോപ്ലാസം ആസ്പിറേറ്റ് ചെയ്യും. അതിനുശേഷം സ്പേമിനെ നേരെ സൈറ്റോപ്ലാസത്തിൻ്റെ അകത്ത് ഇഞ്ചക്ട് ചെയ്യും. അതിനുശേഷം ഈ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ഫെർട്ടിലൈസേഷൻ മീഡിയം എന്ന് പറയുന്ന കൾച്ചർ മീഡിയത്തിൽ വയ്ക്കും. പിന്നെ ഇതിനെ 18 മണിക്കൂർ ഇൻക്യുബേറ്ററിലും വയ്ക്കും. അടുത്ത ദിവസം രാവിലെയാണ് ഫെർട്ടിലൈസേഷൻ ചെക്ക് പ്രോസസ്സ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ ചെക്ക് എന്ന് പറഞ്ഞാൽ എത്ര എഗ്സിനെയാണ് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് അതിൽ എത്ര എണ്ണം ഫെർട്ടിലൈസ് ആയി എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ ഇഞ്ചക്ട് ചെയ്ത എഗ്സ് മുഴുവനും ഫെർട്ടിലൈസ് ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നോർമലി 60 തൊട്ട് 70% മെച്ചർ എഗ്സ് ഫെർട്ടിലൈസ് ആകും. ഒരു പക്ഷേ നിങ്ങളുടെ 10 എഗ്സ് മെച്ചർ ആയിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് 6 തൊട്ട് 7 എഗ്സ് ഫെർട്ടിലൈസ് ആയിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാറില്ല. ഈ എംബ്രിയോസിനെ നമ്മൾ പിന്നെയും 2, 3, 5 ദിവസമൊക്കെ കൾച്ചർ ചെയ്ത് 3-ാം ദിവസത്തെയോ 5-ാം ദിവസത്തെയോ എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ആ ടൈമിനും ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങളുടെ കുറച്ച് കണ്ടീഷൻസ് നോക്കിയാണ് അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണോ അടുത്ത സൈക്കിളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ഇതും IVFൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് തന്നെയാണ്. ഇക്സി അല്ലാതെ ഒരു മെത്തേഡ് കൂടിയുണ്ട് എഗ്സിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് കൺവെൻഷണൽ IVF. 1994 ഇക്സി എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഇൻവെൻറ്റ് ആയത്. അതിനു മുമ്പ് കൺവെൻഷണൽ IVF ആയിരുന്നു യൂസ് ചെയ്യുന്നത്. കൺവെൻഷണൽ IVF എന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗിൻ്റെ ചുറ്റിനും ആവറേജ് 10 സ്പേംസ് ലീവ് ചെയ്തിട്ട് വിടും. നോർമലി സ്പേംസ് എഗ്ഗിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യും. ഈ ഒരു പ്രോസസ്സിൽ ആവറേജ് 30 തൊട്ട് 60% എഗ്ഗ് ഫെർട്ടിലൈസ് ആകുന്നത്. ഇക്സിയിൽ ഇത് 60 തൊട്ട് 100%. ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഇക്സി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില കേസസിൽ ഇപ്പോഴും കൺവെൻഷണൽ IVF ചെയ്യാറുണ്ട്. ഈ ഒരു മുഴുവൻ പ്രോസസ്സ്, എംബ്രിയോ ഉണ്ടാക്കുന്നത്, അത് കൾച്ചർ ചെയ്യുന്നത്, അതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കൾച്ചർ മീഡിയയുടെ ടെമ്പറേച്ചർ, അതിൻ്റെ pH, അതിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം ഒരുപാട് ഹൈ ക്വാളിറ്റി ആകണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോഴേ നമുക്ക് എംബ്രിയോസിന് അമ്മയുടെ വയറ്റിലെ അതേ അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ലാബിൻ്റെ എയർ ക്വാളിറ്റി, ലാബിൻ്റെ ക്ലെൻലിനെസ്, അതിൻ്റെ അകത്തെ പാർട്ടിക്കിൾ കൗണ്ട്, ലാബിൻ്റെ അകത്തുള്ള ഫിൽറ്റേഴ്സ്, ഇതെല്ലാം കൂടി ഡിപ്പെൻഡ് ചെയ്താണ് ഔട്ട്കം തീരുമാനിക്കപ്പെടുന്നത്. ഇതെല്ലാം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് IVFൻ്റെ സക്സസിനായിട്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഈ എല്ലാ സ്റ്റെപ്സും ആക്ച്വലി ഒരുപാട് ഡിഫിക്കൽട്ടായ ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ അകത്ത് സ്കില്ലും കൂടെ തന്നെ സയൻസും വേണം. ഇത് രണ്ടിൻ്റെയും ഒരു മിശ്രിതമാണ്. ഈ രണ്ട് കാര്യവും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ആൾ മാത്രമാണ് നല്ല ഒരു എംബ്രിയോളജിസ്റ്റും നല്ല സക്സസ്ഫുൾ IVF ക്ലിനീഷ്യനും ആകത്തുള്ളൂ. നാളെ നമുക്ക് IVFൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് എംബ്രിയോ ട്രാൻസ്ഫറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡ് ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ റെഗുലറായിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.